ഓണ പരീക്ഷയ്ക്ക് ബയോളജിയിൽ ഏറ്റവും കൂടുതൽ പണി തരാൻ പോകുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ബോട്ടണി ആണോ സുവോളജി ആണോ? യെസ്, അതിന്റെ ആൻസറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സുവോളജി തന്നെയാണ്. ചാപ്റ്ററിന്റെ എണ്ണം നോക്കിയാലും 3 ചാപ്റ്ററാണ് സുവോളജിയിലുള്ളത്. അതേസമയം ബോട്ടണിയിൽ 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇനി ഏറ്റവും വലിയ ചാപ്റ്റർ നോക്കിയാലോ, അതും സുവോളജിയിൽ തന്നെയാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. സോ സുവോളജിയിൽ മൊത്തം നിങ്ങൾക്ക് 3 ചാപ്റ്റേഴ്സ് ആണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, രണ്ടാമത്തേത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, മൂന്നാമത്തേത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ജനറ്റിക്സ് ആയതുകൊണ്ട് തന്നെ ഏകദേശം പകുതി മാർക്കും അതങ്ങ് കൊണ്ടുപോകും നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ അതിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. അത് നല്ലോണം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ തന്നെ ബോട്ടണിയിൽ അല്പം ടഫായിട്ട് വരാൻ സാധ്യതയുള്ളൊരു സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റർ ആണ് ബയോളജിയിലെ ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതും കുറച്ച് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നല്ലോണം പഠിക്കുക, കാരണം 2 ചാപ്റ്ററേ ബോട്ടണിയിലുള്ളൂ. അപ്പോൾ 15 മാർക്ക് നമുക്ക് ആ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ബാക്കി 15 മാർക്ക് ബയോടെക്നോളജി കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ 2 ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. ഇനി സുവോളജിയുടെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ 15ഓളം മാർക്കിലെ ക്വസ്റ്റ്യൻസ് ജനറ്റിക്സിൽ നിന്നാണെങ്കിൽ ബാക്കി ഏകദേശം ഒരു 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏകദേശം 10 അത്ര തന്നെ വരണമെന്നില്ല, എന്നാലും അത്ര വരെ നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നിന്നും ഒരു 5 മുതൽ ഒരു 7-8 മാർക്ക് വരെ ചിലപ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിന്നും വരെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ബയോളജിയിലുള്ളത്. ഇത് അത്രയും സെറ്റായിട്ട് നിങ്ങൾ പഠിപ്പിക്കാൻ 10 ഡേയ്സ് ചലഞ്ചുമായിട്ട് നമ്മൾ എത്തുന്നുണ്ട്. സോ ഈ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ 10 ഡേയ്സ് ചലഞ്ച് അറ്റൻഡ് ചെയ്യുക. കിടിലമായിട്ട് നമുക്ക് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാം.